കടൽ വൈദ്യൻ. ഒരിക്കൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ സർപ്പരാജൻ അസുഖം ബാധിച്ച് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ പ്രധാന പ്രശ്നം ഉറക്കമില്ലായ്മയായിരുന്നു. കൊട്ടാരം വൈദ്യന്മാരെല്ലാവരും തങ്ങളാൽ ആകും വിധം അദ്ദേഹത്തെ പരിചരിച്ചു. പക്ഷെ ആർക്കും അദ്ദേഹത്തെ ഭേദപ്പെടുത്താനായില്ല. പല പുതിയ വൈദ്യന്മാർ വരികയും എന്നാൽ വിജയിക്കാനാകാതെ മടങ്ങുകയുമായിരുന്നു. ഒടുവിൽ കടലാമ മുന്നോട്ട് വന്ന് ഒരു നിർദ്ദേശം വച്ചു. അവൻ പറഞ്ഞു, "അല്ലയോ പ്രഭോ, കരയിൽ താമസിക്കുന്ന ഒരു മഹാവൈദ്യനെ എനിക്ക് അറിയാം. അയാൾ അതേസമയം തന്നെ ഒരു മാന്ത്രികനുമാണ്. അയാൾ ഇവിടെ വരുവാൻ ഇടയായാൽ അങ്ങയുടെ രോഗമുക്തി തീർച്ചയാണ്. അങ്ങയുടെ ആളുകളോട് അദ്ദേഹത്തെ ഇവിടേക്ക് ആനയിക്കുവാൻ പറയൂ." രാജാവ് പറഞ്ഞു, "പ്രിയപ്പെട്ട ആമേ, ആ വൈദ്യനെ കൊണ്ടുവരുന്നതിനു വേണ്ടി കരയിലേക്ക് പോകുവാൻ കഴിയുന്ന എൻ്റെ ഒരേ ഒരു പ്രജ താങ്കളാണ്. കാരണം താങ്കൾ കരയിലും കടലിലും ജീവിക്കുന്നവനാണ്. പോയി അയാളെ കൊണ്ടുവരൂ." ജലാന്തര കൊട്ടാരത്തിലേക്ക് വൈദ്യനെ കൊണ്ടുവരിക എന്നത് ആമയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള വിഷയമായിരുന്നില്ല. ആമയോടൊപ്പം തീരത്തേക്ക് ഒരു സ്വർണ മത്സ്യ അന്തർവാഹിനിയെ രാജാവ് അയച്ചു. അന്തർവാഹിനി തീരത്ത് നങ്കൂരമടിക്കുകയും ആമ തീരത്ത് കൂടി വൈദ്യരുടെ അകത്തേക്ക് ഇഴഞ്ഞു പോകുകയും ചെയ്തു. സമുദ്രതലത്തിന്റെ രാജൻ തന്റെ സഹായം ആവശ്യപ്പെട്ടുവെന്ന് കേട്ട വൈദ്യൻ വളരെ അധികം സമ്പത്ത് ലഭിക്കും എന്ന് ചിന്തിച്ച് അത് സ്വീകരിക്കുവാൻ തയ്യാറായി. വൈദ്യൻ അന്തർവാഹിനിയിൽ കയറുകയും അത് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. വൈദ്യനെ കണ്ടപ്പോൾ രാജാവിന് അതിയായ സന്തോഷം തോന്നി. സന്യാസിയെ പോലെയുള്ള ആ വൈദ്യൻ സഞ്ചിയിൽ നിന്നും ഏതാനും പച്ചില മരുന്നുകൾ പുറത്തെടുത്ത് രാജാവിന് കൊടുത്തു. രാജാവ് ആ മരുന്നുകൾ കഴിച്ച് അതിവേഗം നിദ്രയിലേക്ക് വഴുതി വീണു. ഉണർന്നപ്പോൾ പ്രശ്നങ്ങളുടെ ഒട്ടുമുക്കാലും നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. വൈദ്യൻ എക്കാലവും അവിടെ ജീവിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വൈദ്യൻ ഭയം കൊണ്ട് വിറച്ചു. രാജാവ് പറഞ്ഞു, "പ്രിയപ്പെട്ട വൈദ്യരെ, എനിക്ക് ഇനിയും ചില വേദനകൾ ഉണ്ട്. എൻ്റെ കൊട്ടാരം വൈദ്യനായി താങ്കൾ ഇവിടെ വസിക്കുക." ഭയം പുറത്തു കാണിക്കാതെ സാധാരണ മുഖഭാവം നിലനിർത്തിക്കൊണ്ട് വൈദ്യൻ പറഞ്ഞു, "പ്രഭോ, എൻ്റെ ഔഷധങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാം. പക്ഷേ അങ്ങേക്ക് പൂർണ്ണമായും സുഖം പ്രാപിക്കണമെങ്കിൽ അങ്ങേക്ക് മറ്റ് ചില ശക്തിയേറിയ ഔഷധങ്ങൾ കൂടി വേണം. അവയെ എൻ്റെ കുടിലിൽ വച്ചിരിക്കുകയാണ്. അത് മറ്റാരും തൊടുവാനും പാടില്ല. ആവശ്യമായ ഔഷധങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി
രാജാവ് വൈദ്യനെ കരയിലേക്ക് തിരികെ അയച്ചു. കരയിലിറങ്ങിയിട്ട് അയാൾ ആമയോട് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ കഴിച്ച മരുന്നുകൾ തന്നെ പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ ധാരാളമാണെന്ന് പോയി നിന്റെ രാജാവിനോട് പറയുക. അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാണ്. സമാധാനത്തോടു കൂടി അയാൾ കുടിലിലേക്ക് നടന്നു. ശുഭം.